ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യൗവനത്തിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മനുഷ്യ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കൗമാരകാലത്തെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞല്ലോ. ഇന്നത്തെ ചിന്ത യൗവനകാലം എന്നുള്ളതാണ്. 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള പ്രായം, അത് ജീവിതത്തിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലഘട്ടമാണ്. ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ജീവിത പങ്കാളിയെക്കുറിച്ച്, താമസ സൗകര്യങ്ങളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുകയും അത് നടപ്പിലാക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് യൗവനകാലം എന്ന് പറയുന്നത്. ചുറുചുറുക്കുള്ള ഒരു കാലഘട്ടം, അതിനുള്ള സമയം, മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, വ്യർത്ഥമായ ചടങ്ങുകൾ ഇഷ്ടപ്പെടാത്ത കാലഘട്ടം, തെറ്റിപ്പോകുവാൻ സാത്താൻ്റെ കരങ്ങളിലെ ആയുധമായി തീരുന്ന ഒരു കാലഘട്ടം, വളരെ സാധ്യതയുള്ള സമയമാണ് അങ്ങനെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ദൈവ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുവാനുള്ള ഒരു കാലഘട്ടമാണ് യൗവനകാലം എന്ന് പറയുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ യൗവനകാലത്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. യേശു നമുക്കായി ചിന്തിയ രക്തം യൗവനകാലത്തെ രക്തമായിരുന്നു. യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെല്ലാവരും യൗവനക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അവർ ആ യൗവനത്തിൽ വളരെ ചുറുചുറുക്കോടെ കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടു എന്നും തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട്, യൗവനത്തിലെ മോഹങ്ങളെ വിട്ടൊഴിഞ്ഞ് യൗവനത്തിൽ വളരെ ചുറുചുറുക്കൂടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ ഒരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.